ഹലോ ഡിയേഴ്സ്, നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലത്തെ ബേസിക് സയൻസിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വെൻ ലൈറ്റ് റിഫ്ലെക്ട്സ്. ഈ ഒരു ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അത് കാണാത്തവരാണെങ്കിൽ അത് പോയി കാണണം, പ്ലേലിസ്റ്റിലുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഓണം എക്സാം അടുക്കാനായിട്ടുണ്ട്. സെപ്റ്റംബർ 4-നാണ് എക്സാം തുടങ്ങുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ, തേർഡ് ചാപ്റ്ററും ഇതിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എക്സാമിനൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻസൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓരോരോ ചാപ്റ്ററിൻ്റെയും വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതും പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ കാണണം. ഇത് കണ്ടിട്ട് നിങ്ങൾ എക്സാമിന് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് എളുപ്പമായിരിക്കും. ഏതൊക്കെ ഭാഗത്തു നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നതെന്നൊക്കെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നേരെ ചാപ്റ്ററിലോട്ട് പോകാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത് ടൈപ്സ് ഓഫ് ലൈറ്റ് ട്രാൻസ്മിഷനെ കുറിച്ചാണ്. ട്രാൻസ്പാരൻറ്റ് പറഞ്ഞു അല്ലേ, ട്രാൻസ്പാരൻറ്റ് ഒബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞു. അതേപോലെ ട്രാൻസ്ലൂസൻ്റ് ഒബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞു, ഒപ്പാക്ക് ഒബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞു. അതായത് നന്നായിട്ട് ലൈറ്റിനെ കടത്തിവിടുന്ന ഒബ്ജക്റ്റ്, പിന്നെ കുറച്ച് മാത്രം ലൈറ്റിനെ കടത്തിവിടുന്ന ഒബ്ജക്റ്റ്, തീരെ കടത്തിവിടാത്ത ഒബ്ജക്റ്റിനെ കുറിച്ച്. ഈ 3 കാര്യങ്ങളെക്കുറിച്ചായി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി നമുക്ക് അതിൻ്റെ ബാക്കി എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ ടോപ്പിക്കിൻ്റെ ഹെഡിങ് ആണ് ദ ലൈറ്റ് ദാറ്റ് റിട്ടേൺസ്, തിരിച്ചു വരുന്ന പ്രകാശം. Okay, we have understood that some objects are transparent, some are opaque. What happens when light falls on opaque object? അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചത് ട്രാൻസ്പാരൻറ്റ് ഒബ്ജക്റ്റിനെ കുറിച്ച്, അതേപോലെ ഒപ്പാക്ക് ഒബ്ജക്റ്റ്, അതായത് ലൈറ്റിനെ നന്നായിട്ട് കടത്തിവിടുന്നതും നന്നായിട്ട് കടത്തിവിടാത്ത ഒബ്ജക്റ്റിനെ കുറിച്ചൊക്കെ ആയിരുന്നു പഠിച്ചത്. ആൻഡ് വാട്ട് ഹാപ്പൻ വെൻ ലൈറ്റ് ഫോൾസ് ഓൺ ഒപ്പാക്ക് ഒബ്ജക്റ്റ്? ഒപ്പാക്ക് ഒബ്ജക്റ്റിൽ ലൈറ്റ് ഫോൾ ചെയ്താൽ എങ്ങനെയായിരുന്നു? ഇറ്റ് ബ്ലോക്ക് ദ ലൈറ്റ് അല്ലേ, അതായത് ലൈറ്റിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് ഈ ഒപ്പാക്ക് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ലൈറ്റിനെ കടത്തി വിടുന്നില്ല, ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡിലേക്ക് ലൈറ്റിനെ എന്താക്കുന്നില്ല, കടത്തി വിടുന്നില്ല ഈ ഒപ്പാക്ക് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇതാ ലൈറ്റ് ഗെറ്റ് ബ്ലോക്ക്ഡ്. ഇനി അടുത്തത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ചെറിയൊരു എക്സ്പെരിമെൻ്റ് ആണ്. ഇത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളതാണ്. ഇവിടെ നിന്ന് നിങ്ങൾ മറ്റൊരു ടേം പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഡിം ദ ലൈറ്റ് ഇൻ യുവർ ക്ലാസ് റൂം ബൈ ക്ലോസിങ് ദ ഡോർസ് ആൻഡ് വിൻഡോസ്. അതായത് നമ്മളുടെ ക്ലാസ് റൂമിലെ ലൈറ്റ് ഒന്ന് കുറയ്ക്കണം. അതിന് വേണ്ടി ജനലയും അതേപോലെ തന്നെ വാതിലൊക്കെ നന്നായിട്ട് അടിച്ചതിന് ശേഷം ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഹോൾഡ് എ മിറർ ഫേസിങ് ദ വാൾ ആൻഡ് ലെറ്റ് ദ ലൈറ്റ് ഫ്രം ദ ടോർച്ച് ഫോൾ ഓൺ ഇറ്റ്. ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ നമ്മളുടെ ചുമരിന് ഫേസ് ചെയ്തിട്ട് ഒരു മിറർ വെക്കുക. അതിൻ്റെ നേരെ ഒരു ടോർച്ച് ഇതേപോലെ നമ്മൾ ലൈറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. വാട്ട് ഹാപ്പൻ ടു ദ ലൈറ്റ്? ലൈറ്റിന് അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഹാവ് യു നോട്ടീസ് ദ ലൈറ്റ് റേസ് ഫോൾ ഓൺ ദ വാൾ ആഫ്റ്റർ ഹിറ്റിംഗ് ഓൺ ദ മിറർ? അപ്പോൾ നമുക്ക് കാണാൻ പറ്റും, നിങ്ങളൊക്കെ വീട്ടിൽ നിന്നൊക്കെ ചെയ്ത് നോക്കുന്നതായിരിക്കും അല്ലേ, നമ്മളുടെ മിററിലേക്ക് ഒരു ലൈറ്റ് കൊണ്ടുവന്ന് ഇങ്ങനെ ഹിറ്റ് ചെയ്തിട്ട് അത് തിരിച്ച് വാളിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും. നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ഈ സൂര്യൻ്റെ ലൈറ്റ് കൊണ്ട് വേറെ ആൾക്കാരുടെ മുഖത്തേക്കൊക്കെ പോയി ആക്കാറില്ലേ? അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടുത്തെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഈ റൂം കുറച്ച് ഡാർക്ക് ആണെങ്കിൽ എക്സ്പെരിമെൻറ്റ് നല്ലതുപോലെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇതേ ഉള്ളൂ. ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ചുമരിനോട് ഫേസ് ചെയ്തിട്ട് നമ്മളൊരു മിറർ വെക്കുന്നു, അതിൻ്റെ നേരെ ഒരു ടോർച്ച് അടിക്കുന്നു. ആ ടോർച്ചിൻ്റെ ലൈറ്റ് എന്ത് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും? ആ ഒരു മിററിൽ തട്ടിയിട്ട് തിരിച്ച് ചുമരിലേക്ക് വരുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റും. റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ് ബൈ ഹോൾഡിംഗ് ദ ഫോളോയിങ് ഒബ്ജക്റ്റ് എഗെയിൻസ്റ്റ് എ വാൾ ആൻഡ് allowing light from the torch to fall on each of them. അപ്പോൾ താഴെ കുറച്ച് മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്. ഈ മിററിന് പകരം ആ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ഇതേപോലെ എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഇതേപോലെയാണോ എല്ലാ ഒബ്ജക്റ്റിലും നമുക്ക് കിട്ടുന്നത്? എല്ലാ മെറ്റീരിയലിലും കിട്ടുന്നത് ഇതേപോലെയാണോ? ലൈറ്റ് ആ ഒരു മെറ്റീരിയലിൽ തട്ടിയിട്ട് തിരിച്ച് ചുമരിലേക്ക് വരുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്പെരിമെൻറ്റിന് വേണ്ടി എടുക്കുന്ന മെറ്റീരിയൽസ് ആണ് സ്മൂത്ത് ടൈൽ, അതായത് നല്ല മിനുസമുള്ള ടൈൽ എടുക്കണം. പിന്നെ ന്യൂ സ്റ്റീൽ പ്ലേറ്റ്, പുതിയ സ്റ്റീൽ പ്ലേറ്റ് എടുക്കണം. പിന്നെ ബ്രോൺസ്, അതായത് ഓട് എടുക്കണം. പിന്നെ ഹാർഡ് ബോർഡ്, പേപ്പർ, വുഡൻ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ മരക്കട്ട. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്യാനാണ്. ഇവിടെ എന്തൊക്കെയാണ് കൊടുത്തത്? ഒബ്ജക്റ്റ് ഓൺ വിച്ച് ലൈറ്റ് ഫെൽ,
അതായത് ഏത് ഒബ്ജക്റ്റിലേക്കാണ് ലൈറ്റ് വന്ന് വീഴുന്നത്. രണ്ടാമത്തത് ഡിഫറൻസ് ഇൻ ദ റിട്ടേണിംഗ് ഓഫ് ലൈറ്റ് ആഫ്റ്റർ ഫാളിങ് ഓൺ ദ സർഫസ്. ഇനി ഇങ്ങനെ ലൈറ്റ് ആ ഒരു ഒബ്ജക്റ്റിലെ സർഫസിലേക്ക് തട്ടിയതിനു ശേഷം തിരിച്ചു വരുന്നത് എങ്ങനെയാണ്, അതാണ് ഈ ഒരു ടാബിളിൽ ഫില്ല് ചെയ്യേണ്ടത്. ആ ഒബ്ജക്റ്റ് ഏതൊക്കെയാണ്? നമ്മൾ ആദ്യം എടുത്തത് മിറർ അല്ലേ, കണ്ണാടി. കണ്ണാടിൻ്റെ കേസ് നമുക്ക് ഓൾറെഡി അറിയാം, ലൈറ്റ് റിട്ടേൺസ് വെൽ ആണ് അല്ലേ, അതായത് നന്നായിട്ട് തന്നെ ലൈറ്റിനെ തിരിച്ചയക്കുന്നുണ്ട്. ഈ കണ്ണാടിയിൽ തട്ടി ലൈറ്റ് നല്ലതുപോലെ തന്നെ തിരിച്ച് ചുമരിലേക്ക് എത്തുന്നുണ്ട്. ഇനി പേപ്പർ ആണെങ്കിലോ വെരി ലിറ്റിൽ ലൈറ്റ് റിട്ടേൺസ്. പേപ്പർ ആണെങ്കിൽ അധികമൊന്നും ലൈറ്റിനെ തിരിച്ച് ചുമരിലേക്ക് കൊണ്ടുവരുന്നില്ല. ഇനി സ്മൂത്ത് ടൈലാണെങ്കിൽ, മിനുസമുള്ള ടൈലാണെങ്കിൽ ഇതേപോലെ തന്നെ ലൈറ്റിനെ നന്നായിട്ട് തിരിച്ച് ചുമരിലേക്ക് എത്തിക്കുന്നുണ്ട്. പിന്നെ ബ്രോൺസ് ഓടാണെങ്കിൽ ഇതേപോലെ ലൈറ്റ് ഡസ് നോട്ട് റിട്ടേൺ വെൽ, നല്ലതുപോലെ ഒന്നും ചുമരിലേക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരുന്നില്ല. പിന്നെ ഹാർഡ് ബോർഡും വുഡൻ ബ്ലോക്കൊക്കെ ഇതേപോലെ തന്നെ ലൈറ്റിനെ നല്ലതുപോലെ ഒന്നും റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ ലൈറ്റിനെ തിരിച്ച് ചുമരിലേക്ക് എത്തിക്കുന്നില്ല. പിന്നെ ന്യൂ സ്റ്റീൽ പ്ലേറ്റ്, പുതിയ സ്റ്റീൽ പ്ലേറ്റ് നന്നായിട്ട് തിരിച്ച് ലൈറ്റിനെ ചുമരിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ എടുത്ത ഒബ്ജക്റ്റൊക്കെ നിങ്ങൾ ഓർക്കണം, ഒപ്പാക്ക് ഒബ്ജക്റ്റാണ്, അതായത് ലൈറ്റിനെ കടത്തി വിടാത്ത ഒബ്ജക്റ്റാണ് നമ്മൾ ഇവിടെ എടുത്തതൊക്കെ. വുഡൻ ആയിക്കോട്ടെ, സ്റ്റീൽ പ്ലേറ്റ് ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ്? ലൈറ്റിനെ കടത്തി വിടാത്തതാണ്. ഇവിടെ ഇങ്ങനെ ഇതേപോലെ ഒപ്പാക്ക് ഒബ്ജക്റ്റിൽ ചില പ്രത്യേകത കൂടിയുണ്ട് ലൈറ്റിന്. അതായത് ചില ഒബ്ജക്റ്റിലൊക്കെ ലൈറ്റ് നന്നായിട്ട് ആ ഒരു ഒബ്ജക്റ്റിൽ തട്ടിയിട്ട് തിരിച്ചു പോകുന്നുണ്ട്, ചില ഒബ്ജക്റ്റിൽ കുറച്ച് മാത്രമേ ഇങ്ങനെ ആ ഒരു ഒബ്ജക്റ്റ് തട്ടിയിട്ട് ലൈറ്റ് തിരിച്ചു പോകുന്നുള്ളൂ. ഇങ്ങനെ ലൈറ്റിനെ ആ ഒബ്ജക്റ്റ് തട്ടി തിരിച്ചു പോകുന്ന അതിനൊരു പേരുണ്ട്, റിഫ്ലക്ഷൻ എന്ന് പറയും. ഓക്കെ, ഒരു ഒബ്ജക്റ്റിൽ തട്ടി തിരിച്ചു പോകുന്നതിനെ നമ്മൾ എന്ത് പറയും? റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയും. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് റിഫേഴ്സ് ടു ദ റിട്ടേണിംഗ് ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് സ്ട്രൈക്ക് ഓൺ എ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിൽ തട്ടിയിട്ട് അത് തിരിച്ച് പോകുന്നതിനെ നമ്മൾ എന്ത് പറയും? റിഫ്ലക്ഷൻ എന്ന് പറയും. അതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് കണ്ണാടിയിൽ അല്ലേ. കണ്ണാടി എന്ന് പറയുന്നത് ഒരു ഒപ്പാക്ക് ഒബ്ജക്റ്റാണ്, ഈ ലൈറ്റിനെ കടത്തി വിടാത്ത ഒബ്ജക്റ്റാണ്. പക്ഷേങ്കിൽ കണ്ണാടിയിൽ എന്തുണ്ട്? ആ ലൈറ്റിനെ ആ ഒരു ഒബ്ജക്റ്റിൽ തട്ടി ലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ച് പോകുന്നുണ്ട്. അപ്പോൾ അതിനെന്താണ്? റിഫ്ലക്ഷൻ എന്ന് പറയും. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ഫില്ല് ചെയ്തിട്ടുള്ള ആ ഒരു ടാബിൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഏതൊക്കെ ഒബ്ജക്റ്റാണ് ലൈറ്റിനെ നന്നായിട്ട് തിരിച്ചയക്കുന്നത്. ഏതൊക്കെയായിരുന്നു? മിററുണ്ട്, അതേപോലെ സ്മൂത്ത് ടൈലുണ്ട്, പിന്നെ ന്യൂ സ്റ്റീൽ പ്ലേറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. അതിൻ്റെ ആ ഒരു സർഫസ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മളുടെ കണ്ണാടി ആയിക്കോട്ടെ, കണ്ണാടിൻ്റെ സർഫസ് നിങ്ങളൊന്ന് ടച്ച് ചെയ്ത് നോക്കിക്കുക, അതിൻ്റെ പ്രതലം അത് ടച്ച് ചെയ്ത് നമുക്ക് മനസ്സിലാവും ഭയങ്കര സ്മൂത്താണ്, നല്ല മിനുസമുള്ളതാണ് ഈ കണ്ണാടിയൊക്കെ. അതേപോലെ മിനുസമുള്ള ടൈൽസൊക്കെ അതിൻ്റെ പ്രതലം എന്താണ്? സ്മൂത്താണ്, അതായത് നല്ല മിനുസമായിരിക്കും അല്ലേ. അതേപോലെ തന്നെയാണ് പുതിയ സ്റ്റീൽ പ്ലേറ്റ്, അതിൻ്റെ പ്രതലവും എന്താണ്? വളരെ സ്മൂത്തായിരിക്കും. ഓക്കെ, മിനുസമുള്ളതായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ മെറ്റീരിയലാണ് ലൈറ്റിനെ കൂടുതലായിട്ട് റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കുന്നത്. അതായത് ആ ഒരു ഒബ്ജക്റ്റിൽ തട്ടി തിരിച്ചു വരുന്നത് ഇങ്ങനത്തെ മെറ്റീരിയൽസിലാണ്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട്, ടച്ച് ആൻഡ് ഫീൽ ദ സർഫസ് ഓഫ് ഒബ്ജക്റ്റ് വിച്ച് റിഫ്ലക്റ്റ് ലൈറ്റ് വെരി വെൽ, വാട്ട് ഡു യു ഫീൽ? അതായത് ഇതേപോലെ ലൈറ്റിനെ നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യിപ്പിച്ച ആ ഒരു മെറ്റീരിയലിൻ്റെ സർഫസ്, പ്രതലം ഒന്ന് ടച്ച് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്താണ് അനുഭവപ്പെടുന്നത്? നമ്മൾ പറഞ്ഞു എന്താണ്, നമ്മുടെ ന്യൂ സ്റ്റീൽ പ്ലേറ്റ് ആയിക്കോട്ടെ, ഇനി മിറർ ആയിക്കോട്ടെ, ഇനി നമ്മൾ പറഞ്ഞ പിന്നെ എന്താണ് സ്മൂത്തായിട്ടുള്ള ടൈലായിക്കോട്ടെ, ഇതിൻ്റെ ഒക്കെ തന്നെ സർഫസ് എന്ന് പറയുന്നത് വളരെ സ്മൂത്താണ്, മിനുസമുള്ളതാണ്. ഇനി രണ്ടാമത്തെ ചോദ്യമാണ്, വാട്ട് അബൌട്ട് ദ സർഫസ് ഓഫ് ഒബ്ജക്റ്റ് ദാറ്റ് ഡു നോട്ട് റിഫ്ലക്റ്റ് ലൈറ്റ് മച്ച്? അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈറ്റിനെ നന്നായിട്ട് തിരിച്ചയക്കാത്ത കുറച്ച് ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നു, ഈ മൂന്നെണ്ണം ഒഴിച്ച് അല്ലേ. ഏതൊക്കെ? ഹാർഡ് ബോർഡ്, അതേപോലെ വുഡൻ ബ്ലോക്ക്. ഇതിൻ്റെയൊക്കെ സർഫസ് നമ്മൾ ടച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? അത് ഒരു പരുക്കനായിട്ടുള്ള റഫ് സർഫസാണ്, മിനുസമുള്ളതല്ല. ഈ വുഡൻ ബ്ലോക്ക് ആയിക്കോട്ടെ, ഇനി ഹാർഡ് ബോർഡ് ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ്? ഇത് കുറച്ച് റഫായിട്ടുള്ള സർഫസാണ്. ഇനി അടുത്തൊരു ചോദ്യമാണ്, ഹാവൻറ്റ് യു ഫൗണ്ട് ദാറ്റ് സ്മൂത്ത് സർഫസസ് റിഫ്ലക്റ്റ് ലൈറ്റ് വെരി വെൽ ആൻഡ് ദാറ്റ് ഈസ് ഇറ്റ്സ് ലെസ് ഇൻ ദ കേസ് ഓഫ് റഫ് സർഫസസ്? അതായത് ഇവിടെ നമുക്ക് മനസ്സിലായി സ്മൂത്ത് സർഫസ് ആണെങ്കിൽ ലൈറ്റിനെ നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുമെന്നും, എന്നാൽ റഫ് സർഫസ് ആണെങ്കിൽ, പരുക്കനായിട്ടുള്ള സർഫസ് ആണെങ്കിൽ ലൈറ്റിനെ അത്രത്തോളം ഒന്നും റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. വൈ ഈസ് ദാറ്റ് റഫ് സർഫസ് കാനോട്ട് റിഫ്ലക്റ്റ് ലൈറ്റ് വെൽ? The reflection of light from a mirror and sandpaper are depicted below. അതായത് താഴെ ഒരു ചിത്രം കാണിച്ചിരിക്കുന്നുണ്ട്, അതിൽ മിററിലും അതേപോലെ തന്നെ സാൻഡ് പേപ്പറിലും എങ്ങനെയാണ് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്നാണ് കാണിച്ചിരിക്കുന്നത്.
അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ മിററിൻ്റെ ചിത്രം കാണിച്ചിരിക്കുന്നുണ്ട്, അതേപോലെ സാൻഡ് പേപ്പർ. അപ്പോൾ ഈ രണ്ടിലും എങ്ങനെയാണ് ഒരു ലൈറ്റ് വന്ന് ആ ഒരു സർഫസിൽ തട്ടി തിരിച്ചു പോകുന്നതിൻ്റെ ഇമേജാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് മിറർ നോക്കിക്കേ. മിറർ നമ്മൾ പറഞ്ഞു നല്ല സ്മൂത്ത് ആയിട്ടുള്ള സർഫസാണ് അല്ലേ, മിനുസമുള്ള സർഫസാണ്. അതുകൊണ്ട് തന്നെ ലൈറ്റ് അവിടെ നിന്ന് ഇങ്ങനെ വരുന്നു, തിരിച്ചു പോകുന്നത് നോക്കിക്കേ നല്ല റെഗുലറായിട്ടാണ്. അതായത് നല്ല രീതിയിലാണ് വരുന്നതും അതേപോലെ തന്നെ തിരിച്ചു പോകുന്നതൊക്കെ ഒരു ക്രമമായിട്ടാണ് അവിടെ നടക്കുന്നത് മിററിൽ. കണ്ടില്ലേ? അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അവിടെ വരുന്ന ആരോ കണ്ടില്ലേ, അതിൽ തട്ടി തിരിച്ചു പോകുന്നതാണ് മുകളിലേക്കുള്ളത്. ഇനി രണ്ടാമത്തെ ചിത്രം ഇവിടെ കാണിച്ചിരിക്കുന്നത് സാൻഡ് പേപ്പറിൽ ലൈറ്റ് വന്ന് വീഴുന്ന ചിത്രമാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഒരു ക്രമമായിട്ടല്ല, റെഗുലറായിട്ടല്ല ഇവിടെ നടക്കുന്നത്, ഒരു ഇറഗുലറായിട്ടാണ് അല്ലേ. അതായത് നോക്കിക്കേ, അവിടുന്ന് 4 വരകൾ ആ ഒരു സർഫസിലേക്ക് തട്ടുന്നുണ്ട്. സാൻഡ് പേപ്പറിലേക്ക് ആ 4 വരകൾ എന്ന് പറയുന്നത് ലൈറ്റ് വന്ന് വീഴുന്നതാണ്. എന്നിട്ടത് നോക്കിക്കാൻ തിരിച്ചു പോകുന്നത് ഈ മിററിൽ കാണിച്ച പോലെ ഒരു റെഗുലറായിട്ടല്ല, ഒരു ക്രമമായിട്ടല്ല, പകരം ഇറഗുലറായിട്ട്, ഒരു ഡിഫ്യൂസ്ഡ് ആയിട്ട് അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാൻഡ് പേപ്പറൊക്കെ എന്താണ്, അതിൻ്റെ സർഫസ് എന്ന് പറയുന്നത് സ്മൂത്തല്ല, റഫായിട്ടുള്ള സർഫസാണ്. അപ്പോൾ അതാണ് ഇവിടെ രണ്ടും കാണിച്ചിരിക്കുന്നത്. സ്മൂത്ത് ആണെങ്കിൽ വളരെ ക്രമമായിട്ടായിരിക്കും ലൈറ്റ് വന്ന് വീഴുന്നതും അതേപോലെ തന്നെ തിരിച്ചു പോകുന്നതും. എന്നാൽ സാൻഡ് പേപ്പറിൽ റഫായിട്ടുള്ള സർഫസൊക്കെ ആണെങ്കിൽ ലൈറ്റ് വന്ന് വീണ് റിഫ്ലക്റ്റ് ചെയ്യുന്ന ആ ഒരു ഇതെന്ന് പറയുന്നത് എന്താണ്, ഡിഫ്യൂസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ക്രമമല്ലാതെ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു മിററിൽ നടക്കുന്നത് പോലുള്ള ഒരു റെഗുലർ റിഫ്ലക്ഷൻ നമുക്ക് കാണണമെങ്കിൽ മറ്റൊരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. അതായത് ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു കോമ്പ് എടുക്കുക, അതായത് ഒരു ചീർപ്പ്, പിന്നെ കണ്ണാടി, ടോർച്ച്, പിന്നെ ഇത്രയും സാധനങ്ങൾ മതി. പിന്നെ ഒരു കാർഡ്ബോർഡ് വേണം. ഓക്കെ, അപ്പോൾ ഈ കാർഡ്ബോർഡിൻ്റെ മുകളിൽ നമ്മൾ ഈ ചീർപ്പ് വെക്കുക, അതിനുശേഷം കണ്ണാടി അതിൻ്റെ മുന്നിലായിട്ടൊന്ന് ജസ്റ്റ് ചെരിച്ച് വെക്കുക. എന്നിട്ട് ഈ ചീർപ്പിൻ്റെ നേരെ ടോർച്ച് അടിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഈ ചീർപ്പിൻ്റെ ഉള്ളിലൂടെ വരുന്ന ലൈറ്റ്, പിന്നെ ആ ഒരു തിരിച്ചു പോകുന്ന ലൈറ്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്കിതേപോലെ കാണാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് നോക്കാം റെഗുലർ റിഫ്ലക്ഷൻ്റെയും ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ്റെയും ഡെഫിനിഷൻ എന്താണെന്ന്. റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഫാളിങ് ഓൺ സ്മൂത്ത് സർഫസസ് റിഫ്ലക്റ്റ് വിത്ത് റെഗുലർലി. അതായത് ഇതേപോലെ ഞാൻ പറഞ്ഞു, കണ്ണാടി, അതേപോലെ സ്മൂത്ത് ആയിട്ടുള്ള ടൈല്, പിന്നെ സ്റ്റീൽ, നല്ല പുതിയ സ്റ്റീൽ പ്ലേറ്റ്, ഇതിലൊക്കെ ലൈറ്റ് ഫോൾ ചെയ്യുമ്പോൾ അതിന്ന് തിരിച്ചു പോകുന്നത്, അല്ലെങ്കിൽ തിരിച്ചു പോകുന്ന ലൈറ്റ്, റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റ് എന്ന് പറയുന്നത് വളരെ റെഗുലറായിട്ടായിരിക്കും. നമ്മൾ ആ കണ്ണാടിയിൽ ആ ചിത്രം കണ്ടില്ലേ, വളരെ റെഗുലറായിട്ടായിരിക്കും, ക്രമമായിട്ടായിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ദിസ് ഈസ് റെഗുലർ റിഫ്ലക്ഷൻ. റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്, മിറർ ഗീവ് എ റെഗുലർ റിഫ്ലക്ഷൻ. കണ്ണാടിയൊക്കെ എന്താണ്, ഒരു റെഗുലർ റിഫ്ലക്ഷൻ്റെ എക്സാമ്പിളാണ്. രണ്ടാമത്തത് ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ എന്താണെന്നാണ്. വെൻ ലൈറ്റ് ഫോൾസ് ഓൺ റഫ് സർഫസസ് ഇറ്റ് ഗെറ്റ് സ്കാറ്റേർഡ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻ. ഇവിടെ നമ്മൾ സാൻഡ് പേപ്പറിൽ കണ്ടു, അതിലേക്ക് ലൈറ്റ് വീഴുമ്പം സ്കാറ്റേർഡ് ആയിട്ടാണ് ലൈറ്റ് തിരിച്ചു പോകുന്നത്. ലൈറ്റ് സാൻഡ് പേപ്പറിലേക്ക് വീണു, പിന്നെ ഒരു ചിതറിയിട്ട്, സ്കാറ്റേർഡ് എന്ന് പറഞ്ഞാൽ ഒരു ചിതറിയിട്ടാണ് ലൈറ്റ് തിരിച്ചു പോകുന്നത്, ഒരു ക്രമമല്ലാത്ത രീതിയിൽ. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളായിട്ട് വുഡൻ ബ്ലോക്ക് പറയാം, അതേപോലെ തന്നെ സാൻഡ് പേപ്പർ പറയാം, ഇതൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, റഫ് സർഫസ് ആണെങ്കിൽ അവിടെ ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷനുമാണ്, ഈ സ്മൂത്ത് സർഫസ് ആണെങ്കിൽ അവിടെ റെഗുലറായിട്ടുള്ള റിഫ്ലക്ഷനുമാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഈ സ്മൂത്ത് സർഫസിലൊക്കെ നമുക്ക് നല്ലതുപോലെ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നത് കാണാൻ പറ്റും. ഈ മിററിലൊക്കെ നല്ലതുപോലെ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നത് കാണാൻ പറ്റും. പക്ഷേങ്കിൽ റഫ് സർഫസ് ആണെങ്കിൽ ലൈറ്റ് തിരിച്ചു വരുന്ന നമുക്ക് അത്ര ക്ലിയറിൽ ഒരു വാളിലേക്ക് അല്ലെങ്കിൽ ഒരു ചുമരിലേക്കൊന്ന് പതിപ്പിച്ചാൽ നമുക്ക് അത്ര ക്ലിയറിൽ കാണാൻ പറ്റില്ല. ഇനി അടുത്ത ടോപ്പിക്കാണ് വെൻ ലൈറ്റ് റിഫ്ലക്ട്സ്, പ്രകാശം പ്രതിപതിക്കുമ്പോൾ. കിക്ക് എ ബോൾ ടു എ പെർട്ടിക്കുലർ പോയിന്റ് ഓൺ ദ വാൾ ഫ്രം ഡിഫറെൻറ്റ് പ്ലേസസ്. അതായത് ചുമരിലേക്ക് നമ്മൾ ഒരേ സ്ഥാനത്തേക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഒരു പന്ത് തട്ടി നോക്കാനാണ് പറഞ്ഞത്. ഡസിൻ ദ ബോൾ ഹിറ്റ് ദ വാൾ ആൻഡ് ബൗൺസ് ബാക്ക്, അതായത് ആ ബോൾ അവിടെ തട്ടി തിരിച്ചു വരും അല്ലേ. ഡസ് ഇറ്റ് ഓൾവേസ് ബൗൺസ് ബാക്ക് ഇൻ ദ സെയിം മാനർ. എപ്പോഴും നമ്മൾ ഒരേ രീതിയിലായിരിക്കും, അല്ലെ ഒരേ സ്ഥലത്തേക്കായിരിക്കും ആ പന്ത് തിരിച്ചു വരുന്നത്? അല്ലല്ലേ, ഡിഫറെൻറ്റ് സ്ഥലത്തേക്കായിരിക്കും ആ പന്ത് തിരിച്ചു വരുന്നത്. സിമിലർലി, ആർ ദെയർ എനി പെക്യുലാരിറ്റീസ് ഇൻ ദ ലൈറ്റ് റേസ് ഫാളിംഗ് ഓൺ ആൻഡ് ബൗൺസിങ് ഓഫ് എ മിറർ? ലെറ്റ് us എക്സാമിൻ ഒബ്സർവ് ദ ഫിഗർ. അപ്പോൾ ഇതേപോലെ തന്നെ കണ്ണാടിയിലും
ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരുന്ന ലൈറ്റിനും ചില പ്രത്യേകതകളുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാൻ താഴെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. 4 കുട്ടികൾ ഒരു ബെഞ്ചിൽ ഇരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അവരുടെ മുന്നിൽ കണ്ണാടിയുണ്ട്. അപ്പോൾ അവരെന്തൊക്കെയൊക്കെ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത് നോക്കിക്കേ. ആദ്യത്തെ കുട്ടി അനു അല്ലേ. അനു പറയാണ് ഐ സീ റിയ ത്രൂ ദ മിറർ. അപ്പോൾ റിയ എന്ന് പറയുന്നത് ഏറ്റവും മറ്റേ സൈഡിൽ ഏറ്റവും അറ്റത്തിരിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അനുവിന് കാണാൻ പറ്റുന്നത് റിയയാണ് കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ. പിന്നെ നിഖിൽ എന്താണ് പറയുന്നത്? നോ, മേഘ ഈസ് ദെയർ ഓൺ ദ മിറർ. അല്ല, മേഘയാണ് പിന്നെ മിററിലുള്ളത്. ഓക്കെ, നിഖിലിൻ്റെ തൊട്ടടുത്താണ് മേഘ ഉള്ളത്. മേഘ പറയാണ് ഐ സീ നിഖിൽ. അപ്പം പിന്നെ മേഘക്കും നിഖിലിനെയാണ് കാണാൻ പറ്റുന്നത്. റിയ ബട്ട് ഐ സീ അനു അല്ലേ. ആ 4ാമതിരിക്കുന്ന കുട്ടിക്ക് 1ാമതിരിക്കുന്ന കുട്ടിയാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നമുക്കൊരു സംശയം വരും, ഈ 1ാമതിരിക്കുന്ന കുട്ടി എന്തുകൊണ്ടായിരിക്കും തൊട്ടടുത്ത് ഇരിക്കുന്ന കുട്ടിയായിട്ടുള്ള മേഘനെയും നിഖിലിനെയും കാണാതെ ഏറ്റവും ആ സൈഡിലിരിക്കുന്ന റിയനെ കണ്ടത് എന്തുകൊണ്ടായിരിക്കും? അതേപോലെ ബാക്കിയുള്ള കുട്ടികളൊക്കെ ഇതേപോലെ കാണാനുള്ള റീസൺ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പെരിമെൻറ്റും കൂടിയുണ്ട്. അതിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എടുക്കുന്ന മെറ്റീരിയൽസ് ആണ് എ സ്മോൾ പീസ് ഓഫ് മിറർ, ചെറിയൊരു കഷ്ണം മിറർ വേണം. പ്രൊട്ടാക്ടർ മെയ്ഡ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. അപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു പ്രൊട്രാക്ടർ വേണം. പിന്നെ ട്രാൻസ്പാരൻറ്റ് പ്ലാസ്റ്റിക് ബോക്സ്, ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള നമ്മൾ നന്നായിട്ട് സുതാര്യമായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ബോക്സ് വേണം. ഡബിൾ സൈഡ് ടാപ്പ് വേണം. പിന്നെ ലേസർ ടോർച്ച് വേണം. ആൻഡ് ഇൻസെൻസ് സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ ചന്ദനത്തിരി. ആൻഡ് എ മാച്ച് ബോക്സ്, ഒരു തീപ്പെട്ടി. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് ആവശ്യം. അപ്പോൾ ഇവിടെ ഈ ഒരു എക്സ്പെരിമെൻറ്റ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ, ഫിക്സ് എ സ്മോൾ പീസ് ഓഫ് മിറർ ഓൺ ദ സൈഡ് ഓഫ് ദ ട്രാൻസ്പാരൻറ്റ് പ്ലാസ്റ്റിക് ബോക്സ് യൂസിങ് എ ഡബിൾ സൈഡ് ടാപ്പ്. അപ്പോൾ ഇവിടെ ഒരു പ്ലാസ്റ്റിക് ബോക്സ് എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ആ പ്ലാസ്റ്റിക് ബോക്സിൻ്റെ ഏതെങ്കിലും ഒരു വശത്തായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡബിൾ ടാപ്പ് യൂസ് ചെയ്തിട്ട് മിറർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ചെറിയൊരു മിററിൻ്റെ കഷ്ണമാണ് അത് അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഫിൽ അപ്പ് ദ ബോക്സ് വിത്ത് സ്മോക്ക് ഫ്രം ഇൻസെൻസ് സ്റ്റിക്ക്. അങ്ങനെ ഈ ഒരു ബോക്സ് എന്ത് ചെയ്യുക? ഇൻസെൻസ് സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ ചന്ദനത്തിരി ഉപയോഗിച്ചിട്ട് ആ ഒരു ബോക്സ് നിറയെ ഒരു പുക നമ്മൾ നിറച്ച് വെക്കണം. അറേഞ്ച് ദ പ്രൊട്ടാക്ടർ യു ഹാവ് മെയ്ഡ് അണ്ടർ ദ പ്ലാസ്റ്റിക് ബോക്സ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. അപ്പോൾ ഇവിടെ ഈ ഒരു പ്രൊട്ടാക്ടർ ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ നമ്മൾ പുകയൊക്കെ നിറച്ച് വെച്ചിട്ടുള്ള ഒരു ബോക്സിൻ്റെ താഴെയായിട്ട് വെക്കുക. അതും ഇതേ രീതിയിൽ വളരെ കറക്റ്റായിട്ട് വേണം വെക്കാനും. Draw a perpendicular line from this protractor to the mirror at an angle of 90 degree. അങ്ങനെ ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ആ പ്രൊട്ടാക്ടറിന് 90 ഡിഗ്രിക്ക് മിററിൽ നിന്ന് തൊട്ട് നേരെ 90 ഡിഗ്രി ആയിട്ട് നമുക്കൊരു നേരെ ഒരു ലൈന് വരയ്ക്കുക. അതിനാണ് നോർമൽ എന്ന് പറയുന്നത്. Allow the light from the laser torch to fall through different angle of the പ്രൊട്ടാക്ടർ ഓൺ ദ പോയിന്റ് വെയർ ദ നോർമൽ ടച്ചസ് ദ മിറർ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ലേസർ ടോർച്ച് എടുത്ത് ഇതേപോലെ പല ആംഗിളിൽ ഈ ഒരു മിററിലേക്ക് വീഴുന്ന രീതിയിൽ, പെർപെൻഡിക്കുലറായിട്ട് മിററിലേക്ക് വീഴുന്ന രീതിയിൽ നമ്മൾ ഇതേപോലെ ടോർച്ച് അടിച്ച് നോക്കുക. എന്നിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഏത് ആംഗിളിലാണെന്നാണ് ഇനി നമ്മൾ ഇനി ഈ ഒരു ബോക്സ് ഫില്ല് ചെയ്യാനാണ്. ഈ ഒരു ബോക്സ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ബോക്സ് നമുക്ക് ഫില്ല് ചെയ്യാനാവുക. ഈ ഒരു എക്സ്പെരിമെൻറ്റ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ടീച്ചർ ക്ലാസ്സിൽ നിന്ന് ചെയ്യിപ്പിക്കേണ്ടാകും. അപ്പോൾ അതിന് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് മനസ്സിലാകും. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ആംഗിൾ ബിറ്റ്വീൻ ദ ലൈറ്റ് റേ ഫ്രം ദ ടോർച്ച് ആൻഡ് ദ നോർമൽ. ആദ്യം നമ്മൾ ഈ ലേസർ ടോർച്ച് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പ്രൊട്ടാക്ടറിൻ്റെ മുകളിലൂടെ ഏതെങ്കിലും ഒരു ആംഗിളിൽ, ഇപ്പോൾ ഇവിടെ 40 ഡിഗ്രിയാണ്, അപ്പോൾ 40 ഡിഗ്രിയിൽ നമ്മൾ ഈ മിററിലോട്ട് അടിക്കുന്നുണ്ട്. നമ്മളുടെ ഈ നോർമലിൻ്റെ നേരെയായിട്ട് ഈ ഒരു മിററിലേക്ക് നമ്മൾ അടിക്കുന്നുണ്ട്. അപ്പോൾ ആ ആംഗിളാണ് 40 ഡിഗ്രി. ഇനി തിരിച്ച് വരുന്ന അതിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന ആംഗിൾ ബിറ്റ്വീൻ ദ റിഫ്ലക്റ്റഡ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ അങ്ങോട്ട് ഇൻസിഡൻറ്റ് ചെയ്യുന്ന ആ ഒരു ആംഗിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ടോർച്ച് അടിച്ച് നോക്കുന്ന ഏത് ആംഗിളിൽ വെച്ചിട്ടാണ് നമ്മൾ ടോർച്ച് അടിച്ച് നോക്കുന്നത്, ആ ആംഗിളിൽ തന്നെയായിരിക്കും ലൈറ്റ് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നതും. ഓക്കെ, ഇപ്പോൾ 40 ഡിഗ്രിയാണ് നമ്മൾ അങ്ങോട്ട് അടിച്ച് നോക്കുന്നതെങ്കിൽ ആ 40 ഡിഗ്രിയിലായിട്ട് തന്നെയായിരിക്കും ലൈറ്റ് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 55 ഡിഗ്രിയിലാണെങ്കിൽ 55 ഡിഗ്രിയിൽ തന്നെയായിരിക്കും ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇനി 70 ഡിഗ്രിയിലാണെങ്കിൽ 70 ഡിഗ്രി തന്നെയായിരിക്കും തിരിച്ചു വരുന്നത്. ഇനി 90 ഡിഗ്രിയിലാണെങ്കിൽ നമുക്ക് അതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും അത് തിരിച്ചു വരുന്നത്, ലൈറ്റ് തിരിച്ചു വരുന്നത്.
അപ്പോൾ അത് മറന്നു പോകരുത്. ഏത് ആംഗിളിലാണോ നമ്മൾ ആ ഒരു ടോർച്ച് അടിക്കുന്നത് അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്നത്, അതേ ആംഗിളിൽ തന്നെ ആയിരിക്കും തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്നൊന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത് നോക്കിക്കുക, ഈ ഒരു ചിത്രം എക്സാമിന് പലപ്പോഴും ആയിട്ട് ചോദിക്കുന്നതാണ്. ഇത് നന്നായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓരോരോ പേരും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇവിടെ പ്ലെയിൻ മിററിൻ്റെ ഒരു ഇമേജാണ് കാണിച്ചിരിക്കുന്നത്. യു ഹാവ് സീൻ ദ ലൈറ്റ് റേ ഫോളിങ് ഓൺ ദ മിറർ ആൻഡ് ദ റിഫ്ലക്റ്റഡ് വേ. ഒബ്സർവ് ദ ഡയഗ്രാം ഗിവൺ ബിലോ. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ഈ ഒരു ഡയഗ്രാം നന്നായിട്ടൊന്ന് നിരീക്ഷിക്കുക. ഇതിൽ കാണിച്ചിരിക്കുന്നത് ഒരു പ്ലെയിൻ മിററിലോട്ട് എങ്ങനെയാണ് ലൈറ്റ് വന്ന് വീഴുന്നതും അത് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നതും എങ്ങനെയാണെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ പ്ലെയിൻ മിററിൽ നിങ്ങൾ നോക്കിക്കേ. അപ്പോൾ ഇവിടെ പ്ലെയിൻ മിറർ നമ്മൾ വരയ്ക്കുന്നത് ഇതേപോലെയാണ്. ഒരു വര വരച്ചിട്ട് അതിൻ്റെ താഴെ ഇങ്ങനെ കുറേ വരകളുണ്ടല്ലേ, ചെറിയ ചെറിയ വരകൾ. അത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതൊരു ഒപ്പാക്കായിട്ടുള്ളൊരു ഒബ്ജക്റ്റാണ്. ഒപ്പാക്കായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ലൈറ്റിനെ കടത്തി വിടുന്നില്ല. ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് ലൈറ്റിനെ കടത്തി വിടുന്നില്ല. അപ്പോൾ ഈ ഒരു ചിത്രം നിങ്ങൾ നോക്കിക്കേ. അവിടെ നിങ്ങൾക്കൊരു ഇൻസിഡൻറ്റ് റേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വര കാണാൻ പറ്റുന്നുണ്ട്. മിററിലോട്ട് വന്ന് വീഴുന്ന, കണ്ണാടിയിലോട്ട് വന്ന് വീഴുന്ന ഒരു വര. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ടോർച്ച് ആയിക്കോട്ടെ, ഇനി മറ്റെന്തെങ്കിലും ലൈറ്റ് ആയിക്കോട്ടെ, മിററിലോട്ട് പതിപ്പിക്കുന്ന ആ ഒരു വരയെ ഉദ്ദേശിച്ചിട്ടാണ് ഇൻസിഡൻറ്റ് റേ എന്ന് പറയുക. ഇൻസിഡൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് വന്ന് പതിക്കുന്ന ഒരു റേ ആണത്. റേ എന്ന് പറഞ്ഞാൽ രശ്മി. ഓക്കെ, ഇനി അടുത്തത് റിഫ്ലക്റ്റഡ് റേ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു വര കാണാം. തിരിച്ചു പോകുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലേ. അതായത് ഈ ഒരു കണ്ണാടിയിൽ തട്ടി തിരിച്ചു പോകുന്ന വരയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നത്. റിഫ്ലക്റ്റ് ചെയ്യുന്ന ആ ഒരു ലൈറ്റാണത്. ആദ്യം ഇൻസിഡൻറ്റ് ചെയ്യുന്ന ഒരു ലൈറ്റ് റേ ഉണ്ട്. അത് നേരെ തിരിച്ചു പോകുന്ന ആ ഒരു റേ എന്താണ് പറയുക? റിഫ്ലക്റ്റഡ് റേ എന്ന് പറയും. ഇനി അതേപോലെ നോർമൽ എന്ന് കാണാം. നോർമൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു മിറർ നേരെ വെച്ചു, വളരെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചു, അതിനൊരു പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലംബമായിട്ടൊരു വര വരയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോർമൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ നോർമലിൻ്റെയും ഇൻസിഡൻറ്റിൻ്റെയും ആ ഒരു ഇതിൽ വരുന്ന ആംഗിളിനെയാണ് നമ്മൾ ഇൻസിഡൻറ്റ് ആംഗിൾ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ തന്നെ നോർമലിൻ്റെയും റിഫ്ലക്റ്റഡ് റേൻ്റെയും ആംഗിളാണ് എന്തെന്ന് പറയുന്നത്? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ദ റേ ഓഫ് ലൈറ്റ് ഫാളിങ് ഓൺ ദ മിറർ ഈസ് ദ ഇൻസിഡൻറ്റ് റേ. അതായത് എന്താണ്? ഒരു രശ്മി നമ്മുടെ മിററിലോട്ട് വന്ന് പതിക്കുന്ന രശ്മിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസിഡൻറ്റ് റേ എന്ന് പറയുന്നത്. ദ പോയിൻ്റ് അറ്റ് വിച്ച് ദ ഇൻസിഡൻറ്റ് റേ ഫോൾസ് ഓൺ ദ മിറർ ഈസ് ദ പോയിൻ്റ് ഓഫ് ഇൻസിഡൻറ്റ്. ഇനി ആ ഒരു ഇൻസിഡൻറ്റ് റേ വന്നിട്ട് നമ്മളുടെ ഈ ഒരു മിററിൽ ടച്ച് ചെയ്യുന്ന ആ ഒരു പോയിൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോയിൻ്റ് ഓഫ് ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ആ ഒരു നീല ഡോട്ട് കണ്ടില്ലേ? ഒരു പ്ലെയിൻ മിററിൽ നമ്മളുടെ കണ്ണാടിയിൽ ഇൻസിഡൻറ്റ് റേ വന്നിട്ട് ടച്ച് ചെയ്യുന്ന ആ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോയിൻ്റ് ഓഫ് ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? ദ ലൈൻ ഡ്രോൺ പെർപെൻഡിക്കുലർ ടു ദ മിറർ അറ്റ് ദ പോയിൻ്റ് ഓഫ് ഇൻസിഡൻറ്റ് ഈസ് ദ നോർമൽ. ആ ഒരു ടച്ച് ചെയ്ത ഭാഗത്ത് നിന്ന് നമ്മളൊരു പെർപെൻഡിക്കുലർ ആയിട്ടൊരു വര വരച്ചാൽ, ഒരു ലംബമായിട്ടൊരു വര വരച്ചാൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോർമൽ എന്ന് പറയുന്നത്. ഇനി ദ ലൈറ്റ് റേ റിഫ്ലക്റ്റിംഗ് ഫ്രം ദ മിറർ ഈസ് ദ റിഫ്ലക്റ്റഡ് റേ. അതായത് റിഫ്ലക്റ്റ് ചെയ്യുന്ന ആ ഒരു രശ്മിയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നത്. അതേപോലെ അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഒരു ആംഗിൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും. അത് മറന്നു പോകരുത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മളുടെ നോർമലിൻ്റെയും ഇൻസിഡൻറ്റ് റേൻ്റെയും ഇടയിലുള്ള ആംഗിളാണ്. അതിപ്പോൾ 40 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് 40 ഡിഗ്രി ആയിരിക്കും. ഇനിയിപ്പോൾ 50 ഡിഗ്രി ആണെങ്കിൽ ഈ ഒരു ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും 50 ഡിഗ്രി ആയിരിക്കും. ഇനി അടുത്തത് ആ ഒരു നീല ബോക്സ് നോക്കുക. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യം തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഇൻസിഡൻറ്റ് റേ ആൻഡ് ദ നോർമൽ ഈസ് ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ്. അതായത് ദ ഇൻസിഡൻറ്റ് റേൻ്റെയും അതേപോലെ നോർമലിൻ്റെയും തമ്മിലുള്ള ആ ഒരു ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ദ ആംഗിൾ ബിറ്റ്വീൻ ദ റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ ഈസ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇതേപോലെ തന്നെ റിഫ്ലക്റ്റഡ് റേൻ്റെയും നോർമലിൻ്റെയും ഇടയിലുള്ള ആ ഒരു ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞത്. ഇത് രണ്ടും മാറിപ്പോവരുത്. ഇത് എക്സാമിനൊക്കെ പലപ്പോഴും ആയിട്ട് ചോദിക്കുന്നതാണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനൊക്കെ. ഓക്കെ, അതായത് ഇൻസിഡൻറ്റ് ചെയ്യുന്ന ആ ഒരു റേൻ്റെയും നോർമലിൻ്റെയും തമ്മിലുള്ള ആ ഒരു ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഇനി നേരെ ഇതേപോലെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്ന
ആ ഒരു റേൻ്റെയും നോർമലിൻ്റെയും ഇടയിലുള്ള ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വേറൊരു കാര്യം എപ്പോഴും ഓർക്കുക, ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ്റെ ആംഗിളും എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. Okay, what did you find out regarding the reflection of light from the experiment you have conducted? അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടക്ട് ചെയ്തിട്ടുള്ള ആ ഒരു എക്സ്പെരിമെൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ വിൽ ബി ഓൾവേസ് സെയിം ആയിരിക്കും. ഓക്കെ, രണ്ടും എന്താണ്? സെയിം ആയിരിക്കും എന്ന് മനസ്സിലാക്കാം. ഇനി അടുത്ത നമ്മളൊരു പുതിയ ടോപ്പിക്കാണ് പഠിക്കുന്നത്, പ്ലെയിൻ, മലയാളത്തിൽ തലം എന്ന് പറയും. അപ്പോൾ ഇവിടെ ദ ടു ഷീറ്റ് ഓഫ് പേപ്പർ ഇൻസേർട്ടഡ് ഇൻ ടു ഈച്ച് അതർ ആർ ദ ടു പ്ലെയിൻസ്. അതായത് ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ രണ്ട് പേപ്പർ എടുത്ത് ഇതേപോലെ ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ ഒരു രീതിയിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു കടലാസുകൾ എന്ന് പറയുന്നത് എന്താണ്? അത് രണ്ട് പ്ലെയിനുകളാണ്. ഓക്കെ, ടു പ്ലെയിൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈച്ച് വാൾ ഇൻ യുവർ ക്ലാസ് റൂം ഈസ് എ പ്ലെയിൻ. അപ്പോൾ നമ്മളുടെ ക്ലാസ് റൂമിലൊക്കെ രണ്ട് തലത്തിലാണ് ഈ ചുമരുകൾ ഉണ്ടാവും. നിങ്ങളുടെ ക്ലാസ് റൂമിലെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിലെ റൂമിലെയോ ഒക്കെ തന്നെ ഒരു കോർണർ ഉണ്ടാവും, ഒരു മൂല അല്ലേ. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കിക്കേ, അവിടെ നിന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ചുമരിൻ്റെ രണ്ട് രീതി. ഇതേ ഒരു ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ രണ്ട് രീതി അല്ലെങ്കിൽ രണ്ട് തലം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലൊക്കെ നിങ്ങളുടെ വലിയ വലിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കും. ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇനി അടുത്തൊരു പുതിയൊരു ടോപ്പിക്കാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഈ ഒരു ടോപ്പിക് ഇല്ലായിരുന്നു, ഈ വർഷം മുതൽ വന്നതാണ് ലോ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലോ ഓഫ് റിഫ്ലക്ഷനിൽ 2 പോയിൻ്റാണ് പഠിക്കാനുള്ളത്. നിങ്ങൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആർ ഈക്വൽ. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എന്താണ്? എപ്പോഴും സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. രണ്ടാമത്തെ പോയിൻ്റാണ് ദ ഇൻസിഡൻറ്റ് ray, the reflected ray and the normal at the point of incidence are on the same plane. അപ്പോൾ ഇവിടെ പറഞ്ഞതാണ് ഇൻസിഡൻറ്റ് റേയും റിഫ്ലക്റ്റഡ് റേയും അതേപോലെ തന്നെ പോയിന്റ് ഓഫ് ഇൻസിഡൻറ്റിലേക്ക് വരച്ചിട്ടുള്ള ആ ഒരു നോർമലൊക്കെ തന്നെ ഒരു സെയിം പ്ലെയിനിലായിരിക്കും വരുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് വലിയ ക്ലാസ്സിലാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾ പഠിക്കുക. ഇപ്പം ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇതൊക്കെ. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് ലൈറ്റ് ആൻഡ് സൈറ്റ്, പ്രകാശവും കാഴ്ചയും. അതായത് നമ്മളൊരു വസ്തുക്കളെയൊക്കെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇൻ ദ പ്രീവിയസ് ക്ലാസ് വി ഹാവ് ലേൺ ദാറ്റ് വി സീ ഒബ്ജെക്റ്റ് when their image are formed on the retina of our eyes. അതായത് നിങ്ങൾ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാകും, റെക്റ്റിനയിൽ ഒരു വസ്തു വന്ന് പതിയുമ്പോഴാണ് നമ്മൾ എന്തും കാണുന്നത്. അതായത് റെക്റ്റിനയിൽ നമ്മൾ ഏതെങ്കിലും മുന്നിലുള്ള മരമൊക്കെ നമ്മളുടെ ആ ഒരു റെക്റ്റിനയിൽ വന്ന് പതിഞ്ഞ് അത് ബ്രെയിനിലോട്ട് എത്തുമ്പോഴാണ് അത് നമ്മൾ ഇമേജായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒബ്സർവ് ദ പിക്ചർ, ദ ലൈറ്റ് ഫ്രം ദ ബൾബ് റീച്ചസ് ദ ബുക്ക് ആൻഡ് ദ ഐ. അതായത് ഈ ഒരു ചിത്രം നിങ്ങൾ നോക്കിക്കേ, ആ ബൾബിൽ നിന്നുള്ള ആ ഒരു ലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ബുക്കിലും അതേപോലെ തന്നെ നമ്മളുടെ കണ്ണിലൊക്കെ വന്ന് വീഴുന്നുണ്ട് അല്ലെങ്കിൽ പതിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ ഒരു ബുക്കിനെ കാണുന്നത് എന്നാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ബൾബ് എന്ന് പറയുന്നത് സോഴ്സ് ഓഫ് ലൈറ്റ് ആണ്. അതായത് ലൈറ്റ് നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിനെ കാണാൻ നമുക്ക് എവിടെ നിന്നാണ് ലൈറ്റ് ലഭിക്കുന്നത്? ആ ഒരു ബൾബിൽ നിന്നാണ്. അപ്പോൾ സോഴ്സ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ ബൾബാണ്. ഇപ്പോൾ സൂര്യൻ്റെ വെളിച്ചം കൊണ്ടാണ് നമ്മൾ സാധനങ്ങളൊക്കെ കാണുന്നതെങ്കിൽ നമുക്ക് പറയാം സോഴ്സ് ഓഫ് ലൈറ്റ് അവിടെ സൂര്യനാണ്. ഇപ്പോൾ രാത്രിയൊക്കെ ആയാൽ നമുക്ക് പൊതുവേ ബൾബിൻ്റെ ഒക്കെ സഹായത്തോടെയാണ് നമ്മൾ ഒബ്ജക്റ്റിനൊക്കെ കാണുന്നത്. അപ്പോൾ അവിടെ എന്താണ്? ബൾബാണ് സോഴ്സ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ ഇവിടെ സോഴ്സ് ഓഫ് ലൈറ്റ് എന്താണ്? ബൾബാണ്. ഇനി ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ബുക്കാണ്. നമുക്ക് എന്താണോ കാണുന്നത് അതാണ് ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? ബുക്കിനെയാണ്. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു ബൾബിൽ നിന്ന് ലൈറ്റിൻ്റെ റേ നമ്മളുടെ കണ്ണിലേക്കും ബുക്കിലേക്കും ഒക്കെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ബുക്കിനെ എങ്ങനെയാണ് കാണുന്നത്? ആദ്യം ആ ഒരു ബൾബിൽ നിന്ന് ലൈറ്റ് റേ വന്നിട്ട് ബുക്കിൽ തട്ടുന്നുണ്ട്. ബുക്കിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് നമ്മളുടെ കണ്ണിലെത്തുമ്പോഴാണ് നമുക്ക് ആ ഒരു ബുക്ക് കാണുന്നത്. ബുക്കിലേക്ക് തട്ടുമ്പോൾ അത് റെഗുലർ റിഫ്ലക്ഷൻ അല്ല, ഡിഫ്യൂസ്ഡ് ആയിരിക്കും, ചിതറിയിട്ടുള്ള റിഫ്ലക്ഷൻ ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. അത് ബുക്കിൽ തട്ടി നമ്മളുടെ കണ്ണിലെത്തുമ്പോഴാണ് നമുക്ക് ആ ഒരു ബുക്കിനെ, ആ ഒരു ഒബ്ജക്റ്റിനെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ ആ ഒരു ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ആക്കിക്കേ. ആ ബൾബിൽ നിന്ന് ലൈറ്റ് ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്? ബുക്കിലേക്ക് തട്ടുന്നുണ്ട്. ബുക്കിൽ നിന്ന് അത് റിഫ്ലക്റ്റ് ചെയ്ത് ലൈറ്റ് നമ്മളുടെ കണ്ണിലെത്തി ആ റെക്റ്റിനയിലെ എത്തുമ്പോഴാണ് നമുക്ക് ആ ഒരു ബുക്ക് അവിടെ ഉണ്ട് അല്ലെങ്കിൽ ബുക്ക് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറയാം. ബുക്കിൻ്റെ സ്ഥാനത്ത് വേറെ എന്തായിക്കോട്ടെ, ഇനി മരങ്ങളായിക്കോട്ടെ, ഇനി മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ, സോഴ്സ് ഓഫ് ലൈറ്റ് ഇപ്പം സൂര്യനാവാം, എന്തും ആയിക്കോട്ടെ. അങ്ങനെ ആ ഒരു ലൈറ്റ് വന്നിട്ട്
നമ്മളുടെ ആ ഒരു മരത്തിൽ തട്ടി, ആ മരത്തിൽ തട്ടി തിരിച്ച് നമ്മളുടെ കണ്ണിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് ആ ഒരു മരം അവിടെ ഉണ്ടെന്ന് കാണാൻ പറ്റുക. അപ്പം അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഇവിടെ ഈ ഒരു ബോക്സിൽ. ഹൗ ഡു വി സീ ദ തിങ്സ്, നമ്മൾ എങ്ങനെയാണ് വസ്തുക്കളെ കാണുന്നത്. വി സീ ദ ഒബ്ജക്റ്റ് വെൻ ലൈറ്റ് കമ്മിങ് ഫ്രം എനി സോഴ്സ് ഓഫ് ലൈറ്റ് ഫോൾസ് ഓൺ ദ ഒബ്ജക്റ്റ് ഗെറ്റ് റിഫ്ലക്റ്റഡ് ആൻഡ് റീച്ചസ് അവർ ഐ. അതായത് ഏതൊരു സോഴ്സ് ആയിക്കോട്ടെ, ഇപ്പോൾ ബൾബ് ആയിക്കോട്ടെ, ഇനി മറ്റ് സൺ ആയിക്കോട്ടെ, സൂര്യനായിക്കോട്ടെ, എന്തു ആയിക്കോട്ടെ, അതിൽ നിന്നൊക്കെ ലൈറ്റ് വന്നിട്ട് നമ്മളുടെ ഒബ്ജക്റ്റ്, ഏതൊരു ഒബ്ജക്റ്റും, ബുക്കാവാം, മരങ്ങളാവാം, ഇനി മറ്റെന്താണ് നമ്മൾ കാണുന്നത്, ആ ഒരു ഒബ്ജക്റ്റിലേക്ക് വന്ന് തട്ടിയതിന് ശേഷം, ഇൻസിഡൻറ്റ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മളുടെ കണ്ണിലെത്തുമ്പോഴാണ് നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിനെ കാണാൻ പറ്റുന്നത്. വി സീ എ സോഴ്സ് ഓഫ് ലൈറ്റ് വെൻ ദ ലൈറ്റ് ഫ്രം ഇറ്റ് റീച്ചസ് അവർ ഐസ് ഡയറക്റ്റ്ലി. എന്നാൽ സോഴ്സ് ഓഫ് ലൈറ്റിനെ നമ്മൾ കാണുന്നത്, ഈ സൂര്യനൊക്കെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഡയറക്റ്റായിട്ട് നമ്മളുടെ കണ്ണിലേക്ക് എത്തുമ്പോഴാണ്. ഡയറക്റ്റായിട്ട് നമ്മളുടെ കണ്ണിലെത്തി, അത് ആ കണ്ണിലെത്തി അങ്ങനെ റെറ്റിനയിലേക്ക് പതിയുമ്പോഴാണ് നമ്മൾ എന്ത് കാണുന്നത്? സൂര്യനെ കാണുന്നത്. ഇപ്പോൾ ബൾബാണെങ്കിലും ആ ലൈറ്റ് ഡയറക്റ്റായിട്ട് നമ്മളുടെ കണ്ണിലേക്ക് വന്ന് അത് റെറ്റിനയിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ആ ഒരു ബൾബ് കാണുന്നത്. അപ്പോൾ സോഴ്സ് ഓഫ് ലൈറ്റിനെ നമ്മൾ കാണുന്നത് ഇതേപോലെ അതിൻ്റെ ലൈറ്റ് ഡയറക്റ്റായിട്ട് നമ്മളുടെ കണ്ണിലെത്തുമ്പോഴാണ്. പക്ഷെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ കാണുന്നത് നമ്മളുടെ സോഴ്സ് ഓഫ് ലൈറ്റിൽ നിന്ന്, സൂര്യനാവാം, ബൾബാവാം, എന്തു ആയിക്കോട്ടെ, അത് വന്ന് ആ ഒരു ഒബ്ജക്റ്റിൽ തട്ടി അതിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മളുടെ കണ്ണിലെത്തുമ്പോഴാണ് നമ്മളൊരു ഒബ്ജക്റ്റിനെ കാണുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതൊന്നും മനസ്സിലാക്കി വെക്കുക. ഡോണ്ട് വി സീ മെനി ബ്യൂട്ടിഫുൾ സൈറ്റ് എവറി ഡേ, ഹൗ ആർ ദീസ് സൈറ്റ് പോസിബിൾ? നമ്മൾ ദിവസവും പല പല ഒബ്ജക്റ്റിനെ കാണുന്നുണ്ട്, പല പല സൈറ്റുകൾ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല പല കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? ഇതൊക്കെ പോസിബിൾ ആവുന്നത് ആ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിലൂടെയാണ്. ആ സോഴ്സ് ഓഫ് ലൈറ്റിൽ നിന്ന്, ഇപ്പോൾ സൂര്യൻ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ തട്ടി അത് നമ്മളുടെ കണ്ണിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഒരു ഒബ്ജക്റ്റിനെ കാണുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയായിരുന്നു? നമ്മൾ പറഞ്ഞു റിഫ്ലക്ഷൻ എന്താണെന്ന് പറഞ്ഞു. അതേപോലെ 2 ടൈപ്പ് റിഫ്ലക്ഷൻ ഉണ്ട്. സ്മൂത്ത് സർഫസിലാണെങ്കിൽ അത് റെഗുലർ റിഫ്ലക്ഷൻ ആണെന്നും, റഫ് സർഫസിലാണെങ്കിൽ ഡിഫ്യൂസ്ഡ് റിഫ്ലക്ഷൻ ആണെന്നും പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞതാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, അതായത് പ്ലെയിൻ മിററിലേക്ക് ഒരു ലൈറ്റ് വന്ന് പതിയുമ്പോൾ, ഇൻസിഡൻറ്റ് ചെയ്ത് അത് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ അവിടെ ചില ആംഗിൾസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. നോർമലുമായിട്ട് കുറച്ച് ആംഗിൾസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ പേരൊക്കെ പറഞ്ഞു അല്ലേ, ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും. ആ 2 ആംഗിളും എപ്പോഴും എന്തായിരിക്കുമെന്ന് പറഞ്ഞു? സെയിം ആയിരിക്കും, അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കുമെന്ന് പറഞ്ഞു. അത് മാറിപ്പോവരുത്. ഇപ്പോൾ 40 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും 40 ഡിഗ്രി തന്നെയായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഇനി ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് എങ്ങനെയാണ് നമ്മളൊരു ഒബ്ജക്റ്റിനെ കാണുന്നത്, എങ്ങനെയാണ് നമ്മൾ വസ്തുക്കളെയൊക്കെ കാണുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക്